എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ മോളെ? അമ്മ കൂടെ നിൽക്കുമായിരുന്നല്ലോ. എനിക്ക് പേടിയായിരുന്നു അമ്മ, ഞാൻ അതുകൊണ്ട് ഒന്നും പറയാൻ. മോളെ മോളെ, അതിന് എന്നെ കാണാതെ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? ഒരാപത്തും ഇല്ലാതെ നമുക്ക് ഇവിടെ തിരിച്ചു കിട്ടിയില്ല. ഗിരിജേ, സമാധാനിക്ക്. മോള് വാ വാ. മോൾ അവിടെ ഇരിക്കും. ഈശ്വര, ദുർഗ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ അമ്മ അനുഭവിച്ച വേദന എന്താണെന്ന് എന്റെ മോക്ക് അറിയാവോ? നിനക്ക് വേണ്ടിട്ടല്ലേ ഈ അമ്മ ജീവിക്കുന്നേ? അത് മറന്നിട്ടാണോ എന്നെ തനിച്ചാക്കി നീ പോവാൻ തുടങ്ങിയത്? സോറി അമ്മ, എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതാ ആർക്കും ഭാരമാവാതെ എന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത്രയും നേരം ഞാൻ അനുഭവിച്ച വിഷമം ഇവിടെ ഓർത്തില്ലല്ലോ. ഇവക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർക്കാൻ പോലും തോന്നിയില്ലല്ലോ ഇവക്ക്. അതുകൊണ്ടല്ലേ എടുത്തു ചാടി മരിക്കാൻ തീരുമാനിച്ചത്. മോളെ അഞ്ജന, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. അഞ്ജുനൊരു തെറ്റ് പറ്റിയതാ. ചെയ്ത മണ്ടത്തരങ്ങളെല്ലാം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അതൊന്നും ഒരിക്കലും അവൾ ആവർത്തിക്കില്ല, അല്ലേ അഞ്ജു? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതേക്കുറിച്ചൊന്നും ഓർക്കണ്ട. എല്ലാം ഒരു ദുസ്വപ്നം പോലെ നമുക്ക് മറക്കാം. അഞ്ജുവിനെ പോലെ ഇത്തരം ലോൺ മാഫിയുടെ കെണിയിൽപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ ദയനീയാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ മാഫിയ തന്നെയായത്. അതെ, അത്തരം ആൾക്കാരെ നമ്മൾ കഴിയും വിധത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ അഞ്ജുവിനെ പോലുള്ള ആളുകള് ഇനി ഉണ്ടാവാതിരിക്കൂ. മതിയിട്ട് നിർത്ത. അഞ്ജു ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ, അല്ലാതെ നിന്റെ മിടുക്കൊണ്ടൊന്നുമല്ല. ഇല്ല ആന്റി, കിരണും ദുർഗയും കാരണോ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ജീവനിട്ട ശരീരമായനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ? മോളെ, എന്നോട് എങ്ങനെയാ നന്ദി പറയണെന്ന് അറിയില്ല മോളെ. ഞാൻ ഒരുപാട് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർക്കാതെ എന്റെ മോളെ രക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഈ ജീവിതകാലം മുഴുവൻ നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കും. അപ്പച്ചി, എന്താ അപ്പച്ചി ഇത്? ഞാൻ ചെയ്തത് എന്റെ കടമയല്ലേ? അഞ്ജു എന്റെ അനിയത്തിയ, അവൾക്കൊരാവശ്യം വന്നാ ഞാൻ അവിടെ ഉണ്ടാവും. നിന്റെ ഈ മനസ്സ് ഞാൻ അറിയാതെ പോയല്ലോ മോളെ. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ല ഗിരിജേ, നിനക്കൊരാവശ്യം വരുമ്പോ ദുർഗയുണ്ടാവുന്ന. അന്ന് നീ എന്നെ കളിയാക്കി, ഇപ്പൊ തൃപ്തിയായില്ലേ? അതെ, തെറ്റല്ല എന്റെ ഭാഗത്താ. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. ആ